Hello dear students, welcome to Mandru. നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ലീനിയർ ആൾജിബ്രയിലെ കുറച്ച് ടോപ്പിക്സ് ആണ്. നമുക്ക് ആദ്യം ഈ സബ്ജക്റ്റിന്റെ സിലബസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ സബ്ജക്റ്റിന്റെ പേര് ബേസിക് ലീനിയർ ആൾജിബ്ര എന്നാണ്. അതേപോലെ ഈ സബ്ജക്റ്റിന്റെ കോഡ് വരുന്നത് MAT4CJ204 ആണ്. ഓക്കെ, അതേപോലെ ഇതെന്താണ് 4th സെമസ്റ്ററിലെ ഒരു മേജർ കോഴ്സ് ആണ്. അതേപോലെ ഇതിന്റെ ടെക്സ്റ്റ് വരുന്നത് നമ്മളെ സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് വരുന്നത് ലീനിയർ ആൾജിബ്ര ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റിന്റെ എഡിഷൻ 3rd എഡിഷൻ ആണ്. ഡേവിഡ് സീലെ എന്ന ആളുടെ ടെക്സ്റ്റ് ആണ് ലീനിയർ ആൾജിബ്ര ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, അതേപോലെ നമുക്ക് ആദ്യം മൊഡ്യൂൾ 1 പഠിക്കാനുണ്ട്. ഈ മൊഡ്യൂൾ 1 ടോട്ടല് 14 ഹവേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ മൊഡ്യൂൾ 2 വരുന്നത് 12 ഹവേഴ്സ് ആണ്. മൊഡ്യൂൾ 3 വരുന്നത് 12 ഹവേഴ്സ് ആണ്. മൊഡ്യൂൾ 4 വരുന്നത് 10 ഹവേഴ്സ് ആണ്. ഇതിന്റെ 5th മൊഡ്യൂൾ ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ ആണ്. അതായത് നിങ്ങൾക്ക് ഇതിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. അതേപോലെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റുകളുടെ ലിസ്റ്റ് ഇവിടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് ലീനിയർ ആൾജിബ്ര എന്ന സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടോപ്പിക് വെക്റ്റർ സ്പേസസ് ആൻഡ് സബ് സ്പേസസ് എന്നാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് വെക്റ്റർ സ്പേസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ വെക്റ്റർ സ്പേസ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് V of objects called vectors. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട്, ഒരു സെറ്റ് V ഉണ്ട്. ആ സെറ്റിന്റെ പേരെന്താണ്? V എന്നാണ്. ആ Vയിൽ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സിനെ, അതിലെ ഒബ്ജക്റ്റിനെ നമ്മൾ പറയുന്നത്, അതിലെ എലമെന്റ്സ് നമ്മൾ പറയുന്ന പേര് വെക്ടേഴ്സ് എന്നാണ്. അപ്പൊ ആ സെറ്റ് Vയിലുള്ള എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേര് വെക്ടേഴ്സ് എന്നാണ്. ഓക്കെ, ഈ വെക്ടേഴ്സിനെ ഒരു വെക്റ്റർ സ്പേസ് എന്ന് പറയണമെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? ഓൺ വിച്ച് ആർ ഡിഫൈൻഡ് 2 ഓപ്പറേഷൻസ് കോൾഡ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാർസ്. ഈ സെറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്പറേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അഡീഷനും മറ്റൊന്ന് മൾട്ടിപ്ലിക്കേഷനും. ഓക്കെ, അപ്പൊ 2 ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ഈ സെറ്റിൽ. ഏതൊക്കെയാണ്? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. ഓക്കെ, അതേപോലെ ഈ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എന്ത് ചെയ്യണം? കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഉള്ള വെക്ടേഴ്സ് ഉള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? വെക്റ്റർ സ്പേസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ആണ്, ഒരു സെറ്റ് V ആണ്. ആ Vയിൽ വെക്ടേഴ്സ് ആണ് ഉണ്ടായിരിക്കാം, കുറച്ച് എലമെന്റ്സ്. ആ എലമെന്റ്സ് നമ്മൾ പറയുന്നത് വെക്ടേഴ്സ് എന്നാണ്. ഈ സെറ്റിൽ 2 ഓപ്പറേഷൻസ് ഉണ്ട്, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. ഈ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി എന്തൊക്കെയാണ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആ കണ്ടീഷൻസിന് പറയാം റൂൾസ് അല്ലെങ്കിൽ ആക്സിയംസ് എന്നാണ് പറയാം. ഓക്കെ, 10 ആക്സിയംസ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 10 റൂൾസ് എന്ത് ചെയ്യണം? ഈ V എന്നുള്ള സെറ്റിലുള്ള ഈ 2 ഓപ്പറേഷൻസ്, അതായത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ് ആ റൂൾസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ആക്സിയംസ് അല്ലെങ്കിൽ റൂൾസ് മസ്റ്റ് ഹോൾഡ് ഫോർ ഓൾ വെക്ടേഴ്സ് U, V and W in V. നമ്മൾ ഈ V എന്നുള്ള സെറ്റിന്ന് ഏത് U, V, W പോലത്തെ വെക്ടേഴ്സ്, നമ്മൾ ഈ സെറ്റിലെ വെക്ടേഴ്സ് നമ്മൾ U, V, W എന്നൊക്കെ പേര് കൊടുക്കുകയാണ്. അങ്ങനെ ഏത് U, V, W പോലത്തെ വെക്ടേഴ്സ് ഈ V എന്നുള്ള സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും, അതേപോലെ ഫോർ ഓൾ സ്കേലാർസ് C and D. നമ്മൾ സ്കേലാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും നമ്പേഴ്സ് ആണ്. ഓക്കെ, 1/2, -3, -2, 0 അങ്ങനത്തെ എന്തെങ്കിലും നമ്പേഴ്സ് നമ്മൾ സ്കേലാർസ് എന്ന് പറയാം. അപ്പൊ C, D ഒക്കെ പോലത്തെ എന്തെങ്കിലും നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? The sum of U and V denoted by U plus V is in V. നമ്മൾ യും വിയും V എന്നുള്ള വെക്റ്റർ സ്പേസ്, V എന്നുള്ള സെറ്റ് എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്യാം നമ്മൾ. അതാണല്ലോ U plus V. ഓക്കെ, ഇവിടെ ഒരു ഓപ്പറേഷൻ്റെ അഡീഷൻ, നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ യും വിയും ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നമുക്കൊരു പുതിയ വെക്ടറാണ് കിട്ടുക.
അപ്പൊ യുവും വി ആഡ് ചെയ്ത് നമുക്കൊരു പുതിയ വെക്ടർ കിട്ടും. ആ കിട്ടുന്ന വെക്ടർ എവിടെ തന്നെ വേണം? വി എന്നുള്ള സെറ്റ് തന്നെ വേണം. അപ്പൊ വിന്ന് രണ്ട് എലമെന്റ്സ് യുവും വിയും രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ വീണ്ടും വിയിൽ തന്നെ വേണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യു. യു വിനോട് ആഡ് ചെയ്താലും വി യുവിനോട് ആഡ് ചെയ്താലും ഈക്വൽ ആയിരിക്കണം. യു പ്ലസ് വിയും വി പ്ലസ് യുവും ഈക്വൽ ആയിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. ആദ്യം യുവും വിയും ആഡ് ചെയ്തു, എന്നിട്ട് ഡബ്ല്യു ആഡ് ചെയ്തു. അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? വിയും ഡബ്ല്യു ആഡ് ചെയ്തു, എന്നിട്ട് യു ആഡ് ചെയ്തു. ഓക്കെ. എന്ന് പറഞ്ഞാൽ അഡീഷൻ ഏത് രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നെക്സ്റ്റ് കണ്ടീഷൻ, ദർ ഇസ് എ സീറോ വെക്ടർ 0 ഇൻ വി. വി എന്നുള്ള സെറ്റിൽ ഒരു 0 എന്നുള്ള വെക്ടർ ഉണ്ടായിരിക്കണം. നമ്മൾ അതിനെ എഴുതുക 0 എന്നാണ്. ഓക്കെ. അപ്പൊ വി എന്നുള്ള സെറ്റിൽ ഒരു 0 വെക്ടർ ഉണ്ടായിരിക്കണം. അതൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് കണ്ടീഷൻ? സച്ച് ദാറ്റ് യു പ്ലസ് 0 ഈക്വൽ ടു യു. നമ്മൾ യു എന്നുള്ള ഒരു വെക്ടറിനോട് 0 വെക്ടർ ആഡ് ചെയ്താൽ വീണ്ടും യു തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. അങ്ങനെ യുവിനോട് 0 ആഡ് ചെയ്താൽ യു തന്നെ കിട്ടുന്ന ഒരു 0 വെക്ടർ എവിടെ വേണം? വിയിൽ നിർബന്ധമായിട്ടും വേണം. ഇതാണ് നാലാമത്തെ കണ്ടീഷൻ. അഞ്ചാമത്തെ കണ്ടീഷൻ എന്താണ്? ഫോർ ഈച്ച് യു ഇൻ വി ദർ ഇസ് എ വെക്ടർ മൈനസ് യു ഇൻ വി സച്ച് ദാറ്റ് യു പ്ലസ് മൈനസ് യു ഈക്വൽ ടു 0. നമ്മൾ ഏത് വെക്ടർ യു എടുത്താലും ഒരു മൈനസ് യു എന്നുള്ള വെക്ടർ വിയിൽ കിട്ടണം. ഓക്കെ. വിന്ന് നമ്മൾ ഏത് യു എടുത്തു കഴിഞ്ഞാലും ഒരു മൈനസ് യു നമുക്ക് കിട്ടണം. ഈ യുവും മൈനസ് യുവും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വെക്ടർ കിട്ടണം? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ 0 വെക്ടർ കിട്ടണം. അപ്പൊ യുവും അതിന്റെ നെഗറ്റീവ് വെക്ടറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 വെക്ടർ കിട്ടണം. അങ്ങനത്തെ ഒരു മൈനസ് യു എന്തിൽ വേണം? നമ്മുടെ വെക്ടർ സ്പേസിൽ വേണം. ഓക്കെ. അടുത്തത് എന്താണ്? അപ്പൊ ഈ ആദ്യത്തെ 5 കണ്ടീഷൻസ് ആണ് എന്ത്? അഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ്, ആക്സിയംസ്. ഓക്കെ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്സിയംസ് നോക്കാം. ആറാമത്തെ കണ്ടീഷൻ എന്താണ്? ദ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് യു ബൈ സി ഡിനോട്ടഡ് ബൈ സി യു ഈസ് ഇൻ വി. നമ്മൾ യു എന്നുള്ളൊരു വെക്ടർ എടുത്തു, അതിന് ഒരു സി എന്നുള്ളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ അതിനെ എങ്ങനെ എഴുതുക? സി ഇൻറ്റു യു, സി യു എന്ന് എഴുതുക. ആ സി എന്നുള്ള നമ്പർ യുവിനോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന പുതിയ വെക്ടർ. ഓക്കെ. അപ്പൊ സി എന്നുള്ള ഒരു നമ്പർ ആണ്, നമ്മളതിനെ യു എന്നുള്ള വെക്ടറിനോട് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുക ഒരു പുതിയ വെക്ടറാണ് കിട്ടുക. ആ കിട്ടുന്ന പുതിയ വെക്ടർ വീണ്ടും എവിടെ തന്നെ വേണം? നമ്മളെ വി എന്നുള്ള സെറ്റിൽ തന്നെ വേണം. ഓക്കെ. ഏഴാമത്തെ കണ്ടീഷൻ എന്താണ്? സി ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു സി യു പ്ലസ് സി വി. നമ്മൾ യുവും വിയും ആഡ് ചെയ്യുക, എന്നിട്ട് സി എന്നുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെന്തിന് ഈക്വൽ ആയിരിക്കണം? സി ഇൻറ്റു യു പ്ലസ് സി ഇൻറ്റു വിക്ക് ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സി ഇൻറ്റു യു പ്ലസ് സി ഇൻറ്റു വി. ഈ രൂപത്തിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പേഴ്സിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ. അടുത്ത കണ്ടീഷൻ എന്താണ്? സി പ്ലസ് ഡി ഇൻറ്റു യു ഈക്വൽ ടു. ഓക്കെ. ഇവിടെ രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് യു എന്നുള്ള വെക്ടറിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഇതിന്റെ മീനിങ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? സി ഇൻറ്റു യു പ്ലസ് ഡി ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. സി ഇൻറ്റു യു പ്ലസ് ഡി ഇൻറ്റു യു എന്നുള്ള രൂപത്തിൽ നമുക്ക് ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. സി ഇൻറ്റു ഡി യു. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? യു എന്നുള്ള വെക്ടറിനെ ഡീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തിന് ഈക്വൽ ആയിരിക്കണം? ആദ്യം സിയും ഡിയും മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പേഴ്സ് സീനെയും ഡീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അതേപോലെ 1 ഇൻറ്റു യു യു ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 1 എന്നുള്ള നമ്പറിനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കണം? യു എന്നുള്ള അതേ വെക്ടർ തന്നെ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയും കണ്ടീഷൻസ്, ഈ 10 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഉള്ള കുറച്ച് എലമെന്റ്സ്, കുറച്ച് വെക്ടേഴ്സ് ഉള്ള ഒരു സെറ്റ് വിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ആയിട്ട് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു 3 പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫോർ ഈച്ച് യു ഇൻ വി ആൻഡ് സ്കേലാർ സി. നമ്മൾ വെക്ടർ സ്പേസിൽ നിന്ന് ഏതെങ്കിലും ഒരു വെക്ടർ യു എടുക്കുക, ഒരു സി എന്നുള്ളൊരു നമ്പറും എടുക്കുക. നമ്മൾ എന്ത് ചെയ്യാം? 0നെ യു കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ഇൻറ്റു യു എന്നുള്ള വെക്ടർ എന്തായിരിക്കും? 0 വെക്ടർ ആയിരിക്കും. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് 0 എന്നുള്ളത് ഒരു നമ്പർ ആണ്. ഇതെന്താണ്?
അത് നമ്പർ ആയിട്ട് നമ്മൾ കാണരുത്. അതെന്താണ്? അതൊരു വെക്ടർ ആണ്. 0 എന്നുള്ളത് 0 വെക്ടർ ആണ്. ഓക്കെ, അപ്പൊ 0 എന്നുള്ള നമ്പറിനെ u എന്നുള്ള വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്നത് 0 വെക്ടർ ആയിരിക്കും. ഓക്കെ, അടുത്തത് c എന്നുള്ള നമ്പറിനെ 0 എന്നുള്ള വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് c into 0. c into 0 നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 0 വെക്ടർ ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ 0 എന്നുള്ള വെക്ടർ കൊണ്ട് എന്ത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടും. 0 എന്നുള്ള നമ്പറിനെ എന്ത് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടും. ഓക്കെ, അപ്പൊ 0 നമ്പർ ആയിട്ടോ വെക്ടർ ആയിട്ടോ ആണെങ്കിൽ, ഓക്കെ, 0 ഇവിടെ നമ്പർ ആണെങ്കിലും വെക്ടർ ആണെങ്കിലും നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമ്മുടെ ആൻസർ 0 എന്നുള്ള വെക്ടർ ആയിരിക്കും. ഓക്കെ, അടുത്തത് -u എന്നുള്ള വെക്ടറിന്റെ മീനിങ് എന്താണ്? u എന്നുള്ള വെക്ടറിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് അതിന്റെ വേറൊരു മീനിങ്. ഓക്കെ, അപ്പൊ -u എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് മീനിങ്? u എന്നുള്ള വെക്ടറിനെ -1 എന്നുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ വെക്ടർ സ്പേസിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട എക്സാമ്പിൾ ഏതാണ്? ദ സ്പേസ് Rn where n greater than or equal to 1. ഓക്കെ, നോക്കൂ, നിങ്ങൾ Rന് ഇവിടെ 1 കൊടുത്തു നോക്കാം. n ന്റെ വാല്യൂ 1 ഒന്നിൽ കൂടുതലോ കൊടുക്കാം. അപ്പൊ Rnല് n ന് നമ്മൾ 1 കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? R1 ആ കിട്ടുക. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്കതിനെ R1 എഴുതാം. ഓക്കെ, R1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്കതിനെ R എന്ന് എഴുതിയാൽ മതി. സിമ്പിൾ ആയിട്ട് ഇതിന്റെ മീനിങ് എന്താണ്? ഇത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ V എന്നുള്ള സെറ്റ് ഇവിടെ ഏതാണ്? നമ്മുടെ V എന്നുള്ള വെക്ടർ സ്പേസ് ഏതാണ്? R1 അല്ലെങ്കിൽ R ആണ്. നോക്കൂ, ഇതാണ് നമ്മളെ റിയൽ ലൈൻ. ഓക്കെ, ഇവിടെ -∞ ഉണ്ടാവും, ഇവിടെ ഇൻഫിനിറ്റി ഉണ്ടാവും. നമുക്കറിയാം കുറെ നമ്പേഴ്സ് നമുക്ക് ഇവിടെ 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ, ഇവിടെ -1 ഉണ്ടാവും, -2 ഉണ്ടാവും, എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ, ഇവിടെ 1/2 ഉണ്ടാവും. ഓക്കെ, അങ്ങനെ പല പല നമ്പേഴ്സ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ വരയ്ക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് എന്ത്? റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു 1ഉം 2ഉം എടുത്തു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് വെക്ടർ ആണല്ലോ. ഇപ്പൊ V എന്നുള്ള സെറ്റ് R ആണ്, റിയൽ ലൈൻ ആണ് നമ്മളെ സെറ്റ് വെക്ടർ സ്പേസ്. ഇപ്പൊ ഇതൊന്ന് രണ്ട് നമ്പർ 1ഉം 2ഉം എടുത്തു. ഇത് ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 1 + 2 ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 3 ആണ്. 1ഉം 2ഉം ആഡ് ചെയ്ത് 3 കിട്ടും. കിട്ടുന്ന 3 ഇതാ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ R എന്നുള്ള സെറ്റ് തന്നെ ഉണ്ട്. അപ്പൊ രണ്ട് എലമെന്റ്സ് ആഡ് ചെയ്ത് നമുക്ക് അത് അവിടെ തന്നെ ഉണ്ട്. ഇനി നോക്കൂ, ഇപ്പൊ ഞാനിവിടെ 2 എന്നുള്ള നമ്പർ എടുത്തു. ഓക്കെ, ഞാനിവിടെ 2 എന്നുള്ള നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് നമ്പർ ഉണ്ടാവും, ഇതാ -2. ഓക്കെ, അതേപോലെ 0 എന്നുള്ള വെക്ടർ ഈ സെറ്റിലുണ്ട്. ഓക്കെ, ഈ നോക്കൂ, 2 -2 കൂടെ ആഡ് ചെയ്ത് നോക്കൂ. 2 + -2 നമുക്ക് എന്താ ആഡ് ചെയ്താൽ കിട്ടുക? 2 - 2 എന്താവും? 0. അപ്പോൾ ഒരു വെക്ടറും അതിന്റെ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്താൽ 0 വെക്ടർ കിട്ടും. 0 വെക്ടർ ഈ സെറ്റിലുണ്ട്. ഏത് രണ്ട് വെക്ടർ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് വീണ്ടും ഈ സെറ്റിൽ തന്നെ ഉള്ള ഒരു വെക്ടർ ആണ്. അതേപോലെ ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ അഡീഷന്റെ എല്ലാ കണ്ടീഷൻസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കൂ, ഇനി നോക്കൂ, ഇനി നോക്കൂ, ഞാൻ ഇവിടെ 3 നമ്പേഴ്സ് എടുത്തു. ഇപ്പോൾ 1ഉം 2ഉം 3ഉം എടുത്തു. ഓക്കെ, 1ഉം 2ഉം 3 എടുത്തു. ഓക്കെ, അഡീഷന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്താണ്? 1 + 2 + 3 എന്തിന് ഈക്വൽ ആണ്? 1 + 2 + 3ക്ക് ഈക്വൽ ആണ്. നോക്കൂ, ആദ്യം 1ഉം 2ഉം ആഡ് ചെയ്താൽ 3 + 3 6 കിട്ടും. ഇതുപോലെ 2ഉം 3 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക എന്താണ്? 5ഉം 1ഉം 6. അപ്പൊ രണ്ട് എങ്ങനെ ഏത് ബ്രാക്കറ്റ് എവിടെ കൊണ്ടുപോയിട്ടാലും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 6 ആണ്. അഡീഷന്റെ എല്ലാ പ്രോപ്പർട്ടിയും സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതേപോലെ മൾട്ടിപ്ലിക്കേഷന്റെ എല്ലാ പ്രോപ്പർട്ടിയും എന്ത് ചെയ്യും? ഈ സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 ഇൻറ്റു നിങ്ങൾ ഇതിൽ ഏത് നമ്പർ എടുത്താലും നമുക്ക് കിട്ടുക അതേ നമ്പർ ആയിരിക്കും. ഇപ്പോൾ 1 × 0 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 1 × 2 എന്തായിരിക്കും? 2 ആയിരിക്കും. 1 × -2 അല്ലെങ്കിൽ 1 × -3 എന്തായിരിക്കും? -3 ആയിരിക്കും. നോക്കുക, ഈ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആയി. 1 × u = u. അതേപോലെ ഈ മൾട്ടിപ്ലിക്കേഷനിലെ ഏത് പ്രോപ്പർട്ടിയും എന്ത് ചെയ്യും? നമ്മളെ ഈ സെറ്റ് എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വെക്ടർ സ്പേസിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്. ഇതാണ് Rnലെ n ന് 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സാമ്പിൾ. ഇനി n ന് 2 കൊടുത്താൽ നമുക്ക് അടുത്ത എക്സാമ്പിൾ കിട്ടും. നോക്കൂ, ഇവിടെ n ന് 2 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന എക്സാമ്പിൾ എന്തായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യുക? n ന് 2 കൊടുക്കുക. അപ്പൊ നോക്കൂ, ഞാൻ ഇവിടെ n ന് 2 കൊടുത്താൽ നമുക്ക് ഇവിടെ R2 എന്നാണ് കിട്ടുക. ഈ R2ന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് R × R ആണ്. എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ്.
ക്രോസ് പ്രോഡക്റ്റ് എന്നാ വരിക, ആർ ക്രോസ് ആർ. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആർ ക്രോസ് ആറിന്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഒരു റിയൽ ലൈൻ ഇവിടെ വെക്കുക. ഇത് നമ്മളെ റിയൽ ലൈൻ ആണ്, ഇതാണ് നമ്മുടെ ഒരു ആറ്. ഇതേപോലെ ഒരു റിയൽ ലൈൻ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെക്കുക ഇവിടെ. ഇത് നമ്മൾ മറ്റൊരു റിയൽ ലൈൻ ആണ്. ഈ പ്ലെയിനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ പോയിന്റ്സിന്റെയും ഒരു സെറ്റാണ് എന്ത്, നമ്മളെ ആർ ക്രോസ് ആർ. അപ്പൊ R2 എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ ആറും ഈ ആറും ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലെയിനിൽ നമ്മളെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവുമല്ലോ, എക്സ് ആക്സിസും ആറ് കൊടുക്കുക, വൈ ആക്സിസും ആറ് കൊടുക്കുക. അതാണ് എന്ത്, ആർ ക്രോസ് ആർ. അപ്പൊ ഇതൊരു പ്ലെയിൻ ആണ്. ഓക്കെ, നോക്കൂ ഇവിടെ ഞാനൊരു നമ്പർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ 1 2, ഇവിടെ 1 2. നോക്കൂ ഈ നമ്പർ ഏതായിരിക്കും, ഈ ആറിൽ ഇവിടെ 2 ആണ് ഇതിന്റെ കോർഡിനേറ്റ്, ഈ ആറിൽ ഇവിടെ 2ന്റെ നേരെയാണ് ഈ പോയിന്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത ഒരു 2 ഒരു പെയറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടുന്ന് ഈ ആറിന് ഒരു നമ്പറും വരും, ഈ ആറിന് ഒരു നമ്പറും വരും. ഈ പ്ലെയിന് അതായത് R2 ഇതും എന്തായിരിക്കും, ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. ഇതേപോലെ n-ന് നമുക്ക് 3 കൊടുത്താൽ R3 കിട്ടും. R3 എന്ന് പറഞ്ഞാൽ എന്താണ്, R ക്രോസ് R ആണ്. എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെറ്റ് ആക്സിസ് ഉണ്ടാവും, ഒരു സ്പേസ് ആണ് കിട്ടുക. ആ സ്പേസിൽ എക്സിനും വൈക്കും സെറ്റിനും നമ്മൾ എന്ത് ചെയ്യാം, റിയൽ ലൈൻ കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് അവിടെ മാർക്ക് ചെയ്താൽ R3 ഉള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ ഒരു എക്സ് ഉണ്ടാവും, ഒരു വൈ ഉണ്ടാവും, ഒരു സെറ്റ് ഉണ്ടാവും. എക്സ് ഈ ആറിന്ന് വരും, വൈ ഈ ആറിന്ന് വരും, സെറ്റ് ഈ ആറിന്ന് വരും. ഓക്കെ, ഇങ്ങനത്തെ ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഇതിൽ എന്ത് ചെയ്യും, നമ്മളെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മളെ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് വെക്ടർ സ്പേസിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ R പറയാം, റിയൽ നമ്പേഴ്സ്, R2 പറയാം, R3 പറയാം, എക്സെട്ര. നമുക്ക് ഒരുപാട് പറയാൻ പറ്റും. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ. ഇനി നമ്മൾ അടുത്ത ഒരു എക്സാമ്പിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, വെക്ടർ സ്പേസിന്റെ നെക്സ്റ്റ് എക്സാമ്പിൾ. ഫോർ n greater than or equal to 0, the set Pn of polynomials of degree at most n consist of all polynomials of the form p of t equal to a0 plus a1 into t plus a2 into t square plus etc plus n into t raised to n. നമ്മൾ എന്ത് ചെയ്യാം, ഒരു സെറ്റ് എടുക്കുക. ആ സെറ്റിന്റെ പേരെന്താണ്, Pn എന്നാണ് ആ സെറ്റിന്റെ പേര്. ആ സെറ്റിൽ എന്താ ഉള്ളത്, പോളിനോമിയൽസ് ഉള്ളത്. ആ സെറ്റിന്റെ പോളിനോമിയൽസിന്റെ പ്രത്യേകത എന്താണ്, Pn ആണെങ്കിൽ ആ സെറ്റിലുള്ള പോളിനോമിയൽസിന്റെ മാക്സിമം ഡിഗ്രി n ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഈ Pn എന്നുള്ള സെറ്റിലുള്ള ഒരു പോളിനോമിയൽ ഏതാണ്, P of t ആണ്. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണെന്ന് നോക്കുക, n into t raised to n ആണെങ്കിൽ ഈ ടീന്റെ പവർ ഏറ്റവും വലിയ പവർ. അപ്പൊ ഇതിന്റെ ഡിഗ്രി, ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്, n ആണ്. അപ്പോൾ മാക്സിമം ഡിഗ്രി n വരെ പോവാം. ഓക്കെ, എന്നോ എന്നിൽ കുറവോ ഡിഗ്രി ഉള്ള പോളിനോമിയൽസ്, ഏതൊക്കെ പോളിനോമിയൽസ് ഉണ്ടോ ആ മൊത്തം പോളിനോമിയൽസിന്റെയും സെറ്റാണ് ഏത്, Pn. ഈ ഒരു സെറ്റ് എന്തായിരിക്കും, ഈ Pn എന്നുള്ള സെറ്റ് ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. ഓക്കെ, Pn ഈസ് എ വെക്ടർ സ്പേസ്. ഇനി അത് എങ്ങനെയാണ് വെക്ടർ സ്പേസ് ആവാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കൂ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ P of t എന്നുള്ള പോളിനോമിയൽസിൽ ഈ a0 a1 a2 എന്നുള്ളതൊക്കെ എന്താണ്, എന്തെങ്കിലും കോഎഫിഷ്യൻസ്, അതൊക്കെ എന്താണ്, നമ്പേഴ്സ് ആണ്. ഇവിടെ t എന്നുള്ളതാണ് എന്ത്, P of t യിലുള്ള t ആണ് എന്ത്, അവിടുത്തെ വേരിയബിൾ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ P of t ന്റെ അല്ലെങ്കിൽ ഈ P എന്നുള്ള പോളിനോമിയലിന്റെ ഡിഗ്രി എന്നുള്ളത് എന്തായിരിക്കും, ഈ വേരിയബിൾ ന്റെ ഹയസ്റ്റ് പവർ ആയിരിക്കും. ഓക്കെ, നോക്കൂ ഇവിടെ ടിയിലുള്ള ഹയസ്റ്റ് പവർ ഏതാണ്, ഇവിടെ ടി ഇല്ല, ഇവിടെ ന്റെ പവർ 1, ഇവിടെ ന്റെ പവർ 2, അങ്ങനെ പോയിട്ട് ന്റെ പവർ n. അപ്പോൾ ന്റെ ഏറ്റവും വലിയ പവർ ആയിരിക്കും എന്ത്, നമ്മുടെ P എന്നുള്ള പോളിനോമിയലിലെ ഡിഗ്രി. ഓക്കെ, ഇനി നോക്കൂ P of t എന്നുള്ളത് a0 ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയണ P of t equal to a0, ഇതാ ഫസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ നമ്മൾ പോളിനോമിയൽ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ P of t equal to ഈ a0 എന്നുള്ള ഒരു നമ്പർ ആണ്, ഞാൻ അതിന് 3 എന്ന് കൊടുത്തു. ഇതെന്താണ്, ഇതൊരു പോളിനോമിയൽ ആണ്. കാരണം എന്താണ്, എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 3 into t raised to 0 എന്ന് എഴുതാം. ഇവിടെ ഈ വേരിയബിൾ ന്റെ പവർ 0 ആണ്. t raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 1 ആണ്. 3 into 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പോളിനോമിയൽ ആണ്, ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ,
അപ്പോൾ ഇത് 0 ആവരുത്. ഓക്കെ, 0 അല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പി ഓഫ് ടി എന്നുള്ളത് എ നോട്ട് പോലത്തെ 0 അല്ലാത്തൊരു പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഡിഗ്രി പറയാം 0 ആണ്. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റന്റ് പോളിനോമിയൽ വന്നാൽ നമ്മൾ അതിന്റെ ഡിഗ്രി പറയാം ഡിഗ്രി 0 എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു 0 പോളിനോമിയൽ എന്താ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഇഫ് ഓൾ ദി കോഎഫിഷ്യൻസ് ആർ 0. ഓക്കെ, നമ്മളെ പി എന്നുള്ള പോളിനോമിയലിലെ എല്ലാ കോഎഫിഷ്യൻസും 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പീനെ പറയാം 0 പോളിനോമിയൽ എന്നാ പറയാം. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്? A0, A1, A2 എക്സെട്ര A. ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്? ആ കോഎഫിഷ്യൻസ് എല്ലാം 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമുക്ക് എന്താ കിട്ടുക? നോക്കൂ, നമുക്കിവിടെ പി ഓഫ് ടി ഈക്വൽ ടു ഇവിടെ A0 0 ആണ് പ്ലസ് A1 0 ആണ്, അപ്പോൾ 0 ഇൻറ്റു ടി പ്ലസ് A2 0 ആണ്, അപ്പോൾ 0 ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് AN 0 ആണ്, 0 ഇൻറ്റു ടി റേസ് ടു n. നോക്കൂ, ഇത് 0നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യല്ലേ, നമുക്ക് എന്താ കിട്ടുക? 0. അപ്പോൾ കോഎഫിഷ്യൻസ് എല്ലാം 0 ആണെങ്കിൽ നമ്മൾ ആ പോളിനോമിയലിനെ പറയാം 0 പോളിനോമിയൽ എന്നാ പറയാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ 0 എന്നുള്ളത് എന്താണ്? പി ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? സിമ്പിൾ ആയിട്ട് പി ഓഫ് ടി ഈക്വൽ ടു 0 നമുക്ക് ഇങ്ങനെ എഴുതാം. എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫോമിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ 0 എന്നുള്ളത് എന്താണ്? ഒരു പോളിനോമിയൽ ആണ്. അപ്പോൾ 0 പോളിനോമിയൽ എവിടെ ഉണ്ട്? പി എന്നിൽ ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ആയിട്ട് the 0 polynomial is included in Pn. Pn ൽ ആരുണ്ട്? Pn എന്നുള്ള സെറ്റിൽ 0 പോളിനോമിയൽ ഉണ്ട്. ഓക്കെ, ഇനി അതേപോലെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വേറൊരു പോളിനോമിയൽ എടുത്തു. Pn എന്നുള്ള സെറ്റിലുള്ള വേറൊരു പോളിനോമിയൽ ആണ് ഇത് Q of t. P of t നെ പോലെ വേറൊരു പോളിനോമിയൽ ആണ് ഇത് Q of t. അതിന്റെ ഫോം എങ്ങനെയാണ്? B0 പ്ലസ് B1t പ്ലസ് എക്സെട്ര പ്ലസ് Bn t റൈസ് ടു n. ഇനി നോക്കൂ, ഈ P of t യും Q of t യും രണ്ട് പോളിനോമിയൽ ആണല്ലോ, നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഈ Pn ലുള്ള രണ്ട് പോളിനോമിയൽ P of t യും Q of t എടുത്തു. നമുക്ക് അതിൽ അഡീഷന്റെ കണ്ടീഷൻസ് ശരിയാവുമോ നോക്കാം. അപ്പൊ P of t യും Q of t യും നമ്മൾ ആഡ് ചെയ്യാം. നോക്കൂ, ഈ രണ്ട് പോളിനോമിയൽസ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? P പ്ലസ് Q of t എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? P of t പ്ലസ് Q of t എന്ന് പറഞ്ഞാൽ രണ്ട് പോളിനോമിയൽസും ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യാം? കോഎഫിഷ്യൻസ് ആഡ് ചെയ്യാം. അപ്പൊ നോക്കൂ, കോൺസ്റ്റൻസ് ആഡ് ചെയ്യാം. ഇവിടത്തെ A0 B0 ആഡ് ചെയ്തിട്ട് ആദ്യം എഴുതാം. അടുത്തത് ഇവിടെ ടിന്റെ അടുത്ത് A1 ഉണ്ട്, ഇവിടെ ടിന്റെ അടുത്ത് B1 ഉണ്ട്. അപ്പോൾ A1 പ്ലസ് B1 ഇൻറ്റു ടി, A1 പ്ലസ് B1 ഇൻറ്റു ടി. ഇനി അടുത്ത് ടി സ്ക്വയറിന്റെ ടേം ആഡ് ചെയ്യാം. ടി സ്ക്വയറിന്റെ ടേം ആരാണ്? ഇവിടെ A2. ഇവിടെ ടി സ്ക്വയറിന്റെ ടേം വരിക B2 ആണ്. അപ്പൊ A2 പ്ലസ് B2 ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? വേരിയബിൾസിന്റെ പവർ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ നോക്കൂ, ഈ P ഓഫ് ടി പ്ലസ് അല്ലെങ്കിൽ P പ്ലസ് Q ഓഫ് ടി എന്ന് പറഞ്ഞാൽ P ഓഫ് ടി പ്ലസ് Q ഓഫ് ടി, ഇത് മറ്റൊരു പോളിനോമിയൽ അല്ലേ? ഇതിന്റെ ഡിഗ്രി എന്താണ്? ഇതിന്റെ ഡിഗ്രി n ആണ്. അപ്പൊ ഡിഗ്രി n ആണെങ്കിൽ ഈ പോളിനോമിയൽ എവിടെ ഉണ്ട്? P പ്ലസ് Q എന്നുള്ള പോളിനോമിയൽ എവിടെ ഉണ്ട്? നമ്മളെ Pn ലുണ്ട്. Pn ന്റെ പ്രത്യേകത എന്താ? അതിൽ ഡിഗ്രി മാക്സിമം n ഉള്ള പോളിനോമിയൽസ് ആണുള്ളത്. അപ്പൊ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി n ആണ്. അപ്പൊ ഈ പോളിനോമിയൽ P പ്ലസ് Q എവിടെ ഉണ്ട്? Pn ലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് പോളിനോമിയൽസ് ആഡ് ചെയ്താൽ കിട്ടുന്ന പുതിയ പോളിനോമിയൽ എവിടെ തന്നെ ഉണ്ട്? P എന്നുള്ള സെറ്റിലുണ്ട്. ഇനി ഒരു നമ്പറിനെ കൊണ്ട് P എന്നുള്ള പോളിനോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സി പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഇൻറ്റു പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സി എന്നുള്ള നമ്പറിനെ പി ഓഫ് ടിയിലുള്ള എല്ലാ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സി ഇൻറ്റു A0 പ്ലസ് സി ഇൻറ്റു A1 ടി പ്ലസ് എക്സെട്ര പ്ലസ് സി ഇൻറ്റു AN ടി റൈസ് ടു n എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടേം ഉണ്ടോ അതിനോടെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഈ സി എന്നുള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ നോക്കൂ, ഇത് വീണ്ടും ഒരു പുതിയ പോളിനോമിയലാണ്. ഇതിന്റെ ഡിഗ്രി എന്താണ്? n ആണ്. അപ്പൊ ഈ ഡിഗ്രി n ഉള്ള ഈ പോളിനോമിയൽ എവിടെ ഉണ്ടാവും? നമ്മുടെ P എന്നുള്ള സെറ്റിൽ ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലും കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? -1 ഇൻറ്റു പി ചെയ്യാം. നോക്കൂ, നമ്മൾ P എന്നുള്ള പോളിനോമിയലിനെ അല്ലെങ്കിൽ P ഓഫ് ടി എന്നുള്ള ഈ പോളിനോമിയൽ നമ്മൾ എന്ത് ചെയ്യാം? -1 എന്നുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നോക്കൂ, നമുക്കറിയാം P ഓഫ് ടി എന്നുള്ള പോളിനോമിയൽ എന്താണ്? P ഓഫ് ടി എന്നുള്ള പോളിനോമിയൽ നമുക്കറിയാം A0 പ്ലസ് A1 ഇൻറ്റു ടി പ്ലസ് A2 ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് AN ഇൻറ്റു ടി റൈസ് ടു n ആണ്. നോക്കൂ, ഈ P ഓഫ് ടിയെ നമ്മൾ എന്ത് ചെയ്യാം? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ -1 ഇൻറ്റു P ഓഫ് ടി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഈ -1നെ P ഓഫ് ടിയിലുള്ള എല്ലാ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -1 ഇൻറ്റു A0 എന്ന് പറയുമ്പോൾ -A0, പിന്നെ -1 ഇൻറ്റു A1 ടി എന്ന് പറയുമ്പോൾ ഈ ഇവിടെ -1 ഇൻറ്റു പ്ലസ് A1. ഓക്കെ, -1 ഇൻറ്റു പ്ലസ് A1 എന്താവും?
a1t ആവും പ്ലസ് അടുത്തത് -1 ഇൻറ്റു a2t². അപ്പോൾ ഇത് -a2t² എക്സിട്ര ഇങ്ങനെ പോയിട്ട് -1 ഇൻറ്റു an(t)n -an(t)n. ഇപ്പൊ നോക്കൂ, നമുക്ക് ഈ പി ഓഫ് ടി എന്നുള്ള പോളിനോമിയലിന്റെ നെഗറ്റീവ് പോളിനോമിയലാണ് ഇവിടെ കിട്ടിയത്. ഈ ടേം നെഗറ്റീവ്, ഈ ടേം നെഗറ്റീവ്, ഈ ടേം നെഗറ്റീവ്, അങ്ങനെ എല്ലാ ടേമിലും നെഗറ്റീവ് കയറി വരും. അപ്പൊ ഈ -1 ഇൻറ്റു പി ഓഫ് ടി നമുക്ക് എന്താ കിട്ടുക? പി എന്നുള്ള പോളിനോമിയലിൽ നെഗറ്റീവാ കിട്ടുക. അപ്പൊ ഒരു പോളിനോമിയൽ പി ഉണ്ടെങ്കിൽ അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? ആ പോളിനോമിയലിന്റെ നെഗറ്റീവ് പോളിനോമിയൽ കിട്ടും. ഇനി ഈ രണ്ട് പോളിനോമിയൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ, നമുക്ക് എന്താ കിട്ടുക? ഈ രണ്ട് പോളിനോമിയൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ a0 പ്ലസ് -a0 0 ആയി പോകും. ഓക്കെ, ഇത് രണ്ടും കൂടെ 0 ആയി പോകും ആഡ് ചെയ്യുമ്പോൾ. അതേപോലെ a1t പ്ലസ് -a1t ഈ രണ്ട് ടേം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. ഈ ടേം ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. പ്ലസ് an(t)n ഉം -an(t)n ഉം ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. നോക്കി, ഈ പി ഓഫ് ടിയും -1 ഇൻറ്റു പി ഓഫ് ടിയും ആഡ് ചെയ്യുമ്പോൾ, ഓക്കെ, അപ്പോൾ പി ഓഫ് ടിയും ഓക്കെ -1 ഇൻറ്റു പി ഓഫ് ടി നമുക്ക് -p ഓഫ് ടി എന്ന് എഴുതാം. -p ഓഫ് ടിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടുക. 0 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 0 പോളിനോമിയലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു പോളിനോമിയലും അതിന്റെ നെഗറ്റീവ് പോളിനോമിയലും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 പോളിനോമിയൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ കണ്ടീഷൻസ് ട്രൂ ആണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ വെക്റ്റർ സ്പേസ് ആവാൻ വേണ്ട ഫസ്റ്റ് കണ്ടീഷൻ, അതായത് നമ്മൾ പിയും ക്യൂവും രണ്ട് പോളിനോമിയൽ എടുത്തു, അത് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന പോളിനോമിയൽ വീണ്ടും പി എന്നുള്ള സെറ്റിൽ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തു. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? യുവും വിയും ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ യു പ്ലസ് വി വീണ്ടും സെറ്റിൽ വേണം. അപ്പൊ നമ്മൾ പി ഓഫ് ടിയും ക്യൂ ഓഫ് ടിയും രണ്ട് പോളിനോമിയൽ എടുത്തു പി എൻ എന്ന്, എന്നിട്ട് പി പ്ലസ് ക്യൂ ഓഫ് ടി വീണ്ടും എവിടെ ഉണ്ട്? പി എന്നുള്ള സെറ്റിലുള്ള പോളിനോമിയലാന്ന് കാണിച്ചു കൊടുത്തു. ഈ കണ്ടീഷൻ നമ്മൾ കാണിച്ചു കൊടുത്തു. പിന്നെ ഈ കണ്ടീഷൻ, അതായത് ഇപ്പോൾ നമ്മൾ പി ഓഫ് ടി പ്ലസ് ക്യൂ ഓഫ് ടി ഈക്വൽ ടു ക്യൂ ഓഫ് ടി പ്ലസ് പി ഓഫ് ടി, ഇത് നമുക്കറിയാം. പി ഓഫ് ടി പ്ലസ് ക്യൂ ഓഫ് ടി ചെയ്താലും ക്യൂ ഓഫ് ടി പ്ലസ് പി ഓഫ് ടി ചെയ്താലും ഈക്വൽ ആണ്. അത് യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യുവിന് ഈക്വൽ ആണ്. ഈ കണ്ടീഷൻ എന്ത് ചെയ്യും? ഇതേ രൂപത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്, നമ്മളത് കാണിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഈ കണ്ടീഷനും നമുക്ക് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും. ഇവിടെ പി ക്യൂ ഒരു പുതിയൊരു പോളിനോമിയൽ നമ്മൾ ആർ എന്ന് എടുക്കുക, അല്ലെങ്കിൽ എസ് ഒ എന്തെങ്കിലും ഒരു പുതിയ പോളിനോമിയൽ എടുക്കുക. പി ക്യൂ ആർ അങ്ങനെ ഒരു 3 പോളിനോമിയൽ എടുക്കുക. അപ്പോൾ പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഈക്വൽ ടു പി പ്ലസ് ക്യൂ പ്ലസ് ആർ. ആ രീതിയിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് കാണിക്കാം. അതേപോലെ നമ്മൾ 0 പോളിനോമിയൽ, ഇവിടെ 0 വെക്ടർ ആണ്. നമ്മൾ പോളിനോമിയലിന്റെ കേസിലേക്ക് വരുമ്പോൾ 0 പോളിനോമിയൽ പി എന്നിൽ ഉണ്ടെന്ന് കാണിച്ചു. ഓക്കെ, അതേപോലെ ഒരു പോളിനോമിയൽ എടുത്താൽ നമ്മൾ അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ മൈനസ് പോളിനോമിയൽ അല്ലെങ്കിൽ നെഗറ്റീവ് പോളിനോമിയൽ കിട്ടും നമ്മൾ കാണിച്ചു കൊടുത്തു. യു എന്നുള്ള വെക്ടറിന്റെ അതിന്റെ നെഗറ്റീവ് വെക്ടർ -u ഉണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ ലാസ്റ്റ് കാണിച്ചു പി എന്നുള്ള പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് അതിന്റെ നെഗറ്റീവ് പോളിനോമിയൽ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കാണിച്ചു കൊടുത്തു? ഈ 5th കണ്ടീഷൻ ട്രൂ ആണെന്ന് കാണിച്ചു കൊടുത്തു. 6th കണ്ടീഷൻ നമുക്കറിയാം, ഒരു നമ്പറിനെ പോളിനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പുതിയ ഒരു പോളിനോമിയൽ കിട്ടും, ഡിഗ്രി മാറില്ല. അത് നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് നമ്മളിവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സി എന്നുള്ള നമ്പറിനെ പോളിനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പുതിയ പോളിനോമിയൽ കിട്ടും, പക്ഷെ അതേ ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് പി എന്നിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 6ാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മൾ ഒരു നമ്പറിനെ ഒരു സി എന്നുള്ള നമ്പർ എടുക്കുക, എന്നിട്ട് പി ഓഫ് ടി പ്ലസ് ക്യൂ ഓഫ് ടീനെ പി ഓഫ് ടി പ്ലസ് ക്യൂ ഓഫ് ടീനെ സി എന്നുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തിന് ഈക്വൽ ആണ്? സി ഇൻറ്റു പി ഓഫ് ടി പ്ലസ് സി ഇൻറ്റു ക്യൂ ഓഫ് ടിക്ക് ഈക്വൽ ആണ്. നമുക്കത് കാണിക്കാൻ പറ്റും. ഈ കണ്ടീഷനും ട്രൂ ആവും, ഈ കണ്ടീഷനും ട്രൂ ആവും. അപ്പോൾ സി പ്ലസ് ഡി ഇൻറ്റു പി ഓഫ് ടി ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സി പ്ലസ് ഡി ഇൻറ്റു പി ഓഫ് ടി ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? സി ഇൻറ്റു പി ഓഫ് ടി പ്ലസ് ഡി ഇൻറ്റു പി ഓഫ് ടി. ഓക്കെ, സി പ്ലസ് ഡി ഇൻറ്റു യുവിനെ സി പ്ലസ് ഡി ഇൻറ്റു പി ഓഫ് ടി രൂപത്തിൽ എഴുതാം. സി ഇൻറ്റു പി ഓഫ് ടി പ്ലസ് ഡി ഇൻറ്റു പി ഓഫ് ടി രൂപത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ സി ഇൻറ്റു ഡി ഇൻറ്റു യുവിനെ സി ഡി ഇൻറ്റു യു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി ഇൻറ്റു ഡി ഇൻറ്റു പി ഓഫ് ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് സി ഡി ഇൻറ്റു പി ഓഫ് ടി എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇനി 1 ഇൻറ്റു ഒരു പി ഓഫ് ടി എന്നുള്ള പോളിനോമിയൽ എടുത്ത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. പി ഓഫ് ടീനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്തായിരിക്കും? പി ഓഫ് ടി എന്നുള്ള അതേ പോളിനോമിയൽ തന്നെയായിരിക്കും കിട്ടുക.
അപ്പോൾ ഈ വെക്റ്റർ സ്പേസിൽ വേണ്ട എല്ലാ കണ്ടീഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പി എന്നുള്ള സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മളെല്ലാ ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് പി എന്നുള്ളത് എന്തായിരിക്കും, ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. ഓക്കെ.